എന്താടി പ്രേത സിനിമയിലെ സീന് പോലെ രാത്രി ഒറ്റയ്ക്ക് ഊഞ്ഞാലിൽ വന്നിരുന്ന് ആടുന്നു? കൃഷ്ണ, അച്ഛൻ ഇതുവരെ ഒന്നും മിണ്ടിയിട്ടില്ലടി. വിളിച്ചിട്ടും രവി സാറും ഫോൺ എടുക്കുന്നില്ല. അച്ഛൻ എന്നെയും നന്ദനെയും കുറിച്ച് ഒരു കല്യാണം നടത്താന്ന് ചിന്തിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ലടി. മനസ്സിലായി. അപ്പൊ ഇക്കാര്യം അറിഞ്ഞിട്ടാവും രവിവർമ്മൻ സാർ അപ്സെറ്റ് ആയിരിക്കുന്നത്. ഫോൺ എടുക്കാത്തത് അതല്ലേ? ആണ് കൃഷ്ണ, സത്യം. അറ്റ്ലീസ്റ്റ് അച്ഛൻ ഓഫീസിലേക്ക് വന്ന് രവിവർമ്മൻ സാറിനെ കാണുന്നതിന് മുൻപ് എന്നോടൊരു വാക്കെങ്കിലും ചോദിക്കാമായിരുന്നു. അത് ചെയ്തില്ല. അമ്മ ഇക്കാര്യം പറഞ്ഞപ്പോ എനിക്ക് തന്നെ സഹിക്കാൻ പറ്റിയില്ല. അപ്പൊ ഇത് കേട്ടപ്പോ രവിവർമ്മൻ സാറിന്റെ അവസ്ഥ എന്തായിരുന്നിരിക്കും? പോട്ടെടി, രവിവർമ്മൻ സാറിന് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. കുറച്ച് സമയം കൊടുത്താൽ മതി. നീ ആദ്യം നിന്റെ അച്ഛന്റെ മനസ്സിൽ എന്താന്ന് മനസ്സിലാക്കാൻ നോക്ക്. നീ തന്നെ ഇങ്ങനെ വിഷമിച്ചിരുന്ന ഈ പ്രോബ്ലം പിന്നെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുന്ന? അതെ കൃഷ്ണ, ഞാനും ആലോചിച്ചത് അത് തന്നെയാ. ഞാൻ അച്ഛനോട് ഇക്കാര്യം നേരിട്ട് സംസാരിച്ചേ പറ്റൂ. അതെങ്ങനെ വേണമെന്നാ ഞാൻ ആലോചിക്കുന്നത്. ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അവിടെ വീട്ടില് പതിവില്ലാതെ സുദർശനൻ ചേട്ടൻ ഭയങ്കരമായിട്ട് ഭാഗവതം വായിക്കുന്ന കേട്ടല്ലോ, എന്തു പറ്റി? പപ്പി, അതേ ശ്രീരച്ഛൻ വൈകുന്നേരം വന്നിട്ടേ പൂജ കഴിഞ്ഞ് വായന തുടങ്ങിയതാ ദേവി ഭാഗവതം. അത് മനസ്സിലായി. അല്ല, ഞാൻ ചോദിക്കുന്നതേ, ഇപ്പൊ ഈ അസമയത്ത് ഇങ്ങനെ നിരന്തരം ഭാഗവതം വായിക്കാനായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്നാ? ഇല്ലാതെ പിന്നെ. പ്രശ്നങ്ങൾ വന്നങ്ങ് തലയ്ക്ക് മോളിൽ കേറുമ്പോഴല്ലേ മനുഷ്യർ അഖണ്ഡ നാമജപം തുടങ്ങുന്നത്. പിന്നെ എവർക്കുള്ള സൗകര്യം എന്താന്ന് വെച്ചാ എന്ത് പ്രശ്നം വന്നാലും അത് പരിഹരിച്ചു കൊടുക്കാൻ ആ മഹാനായ രവിവർമ്മൻ സാറുണ്ട്. ദീപുന്റെ അച്ഛാ, ദേവി ഏതിങ്ങനെ കുത്തും പോലെ സംസാരിക്കരുത്. രവിവർമ്മൻ സാർ ഇപ്പൊ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാ. നിങ്ങൾക്ക് അങ്ങനെ ഒരാളെ പരിചയപ്പെടാൻ കിട്ടാത്തതിന് വെറുതെ ഞങ്ങളെ പഴിചാരിയിട്ട് ഒരു കാര്യവുമില്ല. അയ്യോ, അറിയാം. പക്ഷേ അതിന് അസൂയ ഒന്നും ഇല്ല കേട്ടോ. കാരണം ഇവിടെ ഉണ്ട് നിങ്ങളുടെ മകളുടെ പ്രായത്തിലൊരു മോള്. പക്ഷേ അവളുടെ പിന്നാലെ നടക്കാനും ഒരു കല്യാണം നിശ്ചയിച്ചാൽ വീട്ടിൽ കൂടിയിരുന്ന് മലക്കറി വാങ്ങിക്കാനും എണ്ണപ്പാട്ട ചുമക്കാനും കോടീശ്വരന്മാരെയൊന്നും ഞങ്ങൾ വീട്ടിൽ വിളിച്ച് കയറ്റാറില്ല. ഒടുവിൽ ചതിച്ചു വഞ്ചിച്ച് കല്യാണം മുടക്കാനും. കറക്റ്റാ ചേട്ടൻ പറഞ്ഞത്. അല്ലെങ്കിലും മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്നാണല്ലോ. അല്ല ചേച്ചി, നമ്മുടെ ദീപമോൻ ആ പെങ്കൊച്ചിനെ കെട്ടിക്കൊടുത്തെങ്കിൽ രാത്രി മുഴുവനും ഒരാൾക്ക് അവിടെ ഇരുന്ന് ഇങ്ങനെ ഭാഗവതം വായിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇല്ല. നോക്കിക്കോ, മുകളിലിരുന്ന് ഒരാൾ ഇതെല്ലാം കാണുന്നുണ്ട്. ഞങ്ങൾ അനുഭവിച്ച സങ്കടത്തിനെ പരിഹാരം എഴുതി വെച്ചിട്ടുണ്ടാവും അവിടെ. ഇപ്പോഴത്തെ ഈ പളപളപ്പൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ദുരിതവും വരുമ്പോ ഒടുവിൽ നിങ്ങളുടെ മോളുടെ കഴുത്തിൽ എന്റെ അനന്തരവനെ കൊണ്ട് തന്നെ താലി കെട്ടേണ്ട ഗതി വരും. അത് ഇപ്പോഴേ ഉറപ്പാ. നിന്നോട് ഞാൻ നേരത്തെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞതല്ലേ? സോറി ആന്റി, നിങ്ങളെ വീട്ടിലെ ബന്ധങ്ങൾക്ക് വിലയുണ്ട്. സങ്കടപ്പെടുമ്പോ അത് മനസ്സിലാക്കുന്ന മനുഷ്യർ. അതുകൊണ്ട് ഇവള് നല്ലത് മാത്രം സംസാരിക്കുന്നത്. ഞങ്ങളുടെ വീട്ടില് പക്ഷെ ബന്ധങ്ങൾക്കും ദയക്കൊന്നും ഒരു വിലയില്ലെന്ന് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. ശ്രീ, നീ ഇപ്പൊ വീട്ടിലേക്ക് പോണം. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നീ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ എനിക്ക് വിഷമമുണ്ട്. പ്ലീസ് ഒന്ന് പോകാൻ. അങ്കിൾ, ഞങ്ങൾ ഇറങ്ങാം. ഇനി മുതലെങ്കിലും എന്തെങ്കിലും പറയാനും പരിഹസിക്കാനും ഉണ്ടെങ്കിൽ അത് എന്നോട് നേരിട്ട് തന്നെ ആവും. ദയവ് ചെയ്ത് എന്റെ അച്ഛനെയും അമ്മയും മാത്രം വേദനിപ്പിക്കരുത്. വേദനിപ്പിച്ചാൽ ഇതുപോലെ കൈ തൊഴിൽ നിൽക്കുന്ന ശ്രീലക്ഷ്മി ആവില്ല നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്.
ദോസ്തിന് കഴിയുമെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഐ എം സോറി, അബ്സല്യൂട്ട്ലി സോറി. എന്ന് നിങ്ങളുടെ ദോസ്ത് നന്ദൻ. ദോസ്ത് എന്ന വാക്കും ദ്രോഹി എന്ന വാക്കും തൊട്ടുതൊട്ടായിരിക്കുന്നത്. നമ്മൾ ദോസ്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിക്കണം. അത് മാറിപ്പോയാ നമ്മുടെ ജീവിതം തന്നെ നശിക്കും. സങ്കടം നിറയും ജീവിതത്തില്. അച്ഛാ, ഒന്നും മിണ്ടാതിരിക്കെ. നമുക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. അതെ, അമ്മ പറയുന്നതാ ശരി. അവൻ വന്നു പോയി. അവനിൽ നിന്നും നമുക്ക് ഉപദ്രവമൊന്നും ഉണ്ടായില്ല. പിന്നെന്തിനാ നമ്മൾ വിഷമിക്കുന്നത്? ഒരു കണക്കിന് നോക്കിയാൽ അവനിൽ നിന്നും നമുക്ക് ഉപകാരമാണ് ഉണ്ടായതെന്ന് ഞാൻ പറയും. രവിവർമ്മൻ സാർ പറയാറുള്ളതുപോലെ ചിലര് വന്ന് നമ്മളിൽ നിന്നും പാഠങ്ങൾ പഠിച്ചു പോകും. ചിലര് വന്നാൽ നമ്മളെ പാഠങ്ങൾ പഠിപ്പിച്ചാ പോകുന്നത്. ഇതെല്ലാം നല്ലതിനു വേണ്ടിയാണെന്ന് കരുതിയാ മതി. എന്റെ അച്ഛൻ ഇതൊക്കെ ഇനിയെങ്കിലും മറന്നേ പറ്റൂ. അതെ അതെ, മോള് പറയുന്നതാണ് കാര്യം. ഇനി ഇങ്ങനെ ഇടിവെട്ടേറ്റതുപോലെ നിൽക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ശ്രീടച്ച് ചായ കുടിച്ചേ. അപ്പം മാറിക്കോളും എല്ലാ ടെൻഷനും. അയ്യോ അമ്മേ, ചായ തണുത്തു പോയില്ലേ? നിന്റെ അച്ഛൻ അതിനെയൊക്കെ തണുത്തിരിക്കല്ലേ. നമുക്ക് ചൂടാക്കി എടുക്കണം ഇനി. ഏതായാലും ഇത് ചൂടായാലും തണുപ്പായാലും സരോജത്തിന്റെ സ്പെഷ്യൽ ചായ. സർ. ഹലോ സർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ബിസിയാണോ? ഒരു 2 മിനിറ്റ് സംസാരിക്കാൻ പറ്റൂല അല്ലേ? ഒരു ബിസി ഇല്ല സർ. അച്ഛനമ്മയും കൂടി പുറത്തു പോയിരിക്ക. എത്ര വേണമെങ്കിലും സംസാരിക്കാം. അല്ല, സാറിനോട് ദേഷ്യമൊന്നുമില്ലല്ലോ അല്ലേ? ഒരു 5 മിനിറ്റ് വരെ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പൊ ശരിക്കും ദേഷ്യം തോന്നുന്നു. ഐ എം വെരി ആംഗ്രി വിത്ത് യു. അയ്യോ സർ, പ്ലീസ്. പിന്നെ ദേഷ്യം വരാതെ. എപ്പോ നോക്കിയാലും തനിക്ക് ഇത് തന്നെ ചോദ്യം. എന്നോട് ദേഷ്യമുണ്ടോ, എന്നോട് ദേഷ്യമുണ്ടോ? ഇപ്പൊ ഇത്ര പെട്ടെന്ന് എന്താ തന്റെ പ്രശ്നം? അത് മനസ്സിലാവുന്നു. പെട്ടെന്നല്ല സർ. അച്ഛൻ ഓഫീസിൽ വന്ന് പോയ ശേഷം സാറിനോട് സംസാരിക്കാനേ പറ്റിയില്ല എനിക്ക്. ഇടയ്ക്ക് ഞാൻ വന്നപ്പോ സാറ് ഓഫ് മോഡിലായിരുന്നു. വല്ലാതെ പകച്ചുപോയി ഞാൻ. അതൊക്കെ വളരെ സ്വാഭാവികമല്ലേ ശ്രീലക്ഷ്മി? ഞാനേ വലിയൊരു സ്ഥാപനം നടത്തുന്ന ആളാ. ലാഭം, നഷ്ടം, കയറ്റുമതി, ഇറക്കുമതി, ടാക്സ്, പെർമിഷൻ, ക്യാൻസലേഷൻ, GST, TDS, അങ്ങനെ വല്ലാത്ത ട്രാഫിക് ബ്ലോക്കാ തലച്ചോറിലെപ്പോഴും. മൂടുകൾ മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ അത് കുറച്ചു നേരെ കാണൂ. അത് മനസ്സിലാക്കുന്നവർക്ക് എന്നോടൊപ്പം ജോലി ചെയ്യാൻ പറ്റും. അതറിയാം സർ. എന്നാലും അച്ഛൻ ഓഫീസിൽ വന്ന് നന്ദന്റെ കാര്യം സംസാരിച്ചത് സാറിന് വിഷമായി കാണുന്ന എനിക്കറിയാം. പക്ഷെ സർ, ഞാനിതൊന്നും ചിന്തിച്ചതോ അറിഞ്ഞതോ അല്ല. അച്ഛൻ അങ്ങനെ വന്നതിനും ആ വിഷയത്തിൽ സാറിനെ പിടിച്ചിട്ടതിനും സാറിനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. Come on. It's okay now. സംഗതിയൊക്കെ വളരെ സന്തോഷം തന്നെ. പക്ഷേ അനിയത്തി കുട്ടിയുടെ അച്ഛനും അമ്മയും കൂടി ഈ ഫംഗ്ഷന് വരേണ്ടതായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. അവർക്ക് നാളത്തെ ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടിയില്ല. ഡാഡി ആണെങ്കിൽ കുവൈറ്റിൽ പുതിയൊരു ഓഫീസ് തുടങ്ങുന്നതിന്റെ തിരക്കില്ല. നെക്സ്റ്റ് ടൈം ഡാഡി മമ്മിയും ഉറപ്പായിട്ടുണ്ടാവും. രവി, നാളത്തെ ഫംഗ്ഷനുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തോ? ചെയ്തമ്മേ. അതൊക്കെ സാൻഡ്രയും രാജാറാമിനെ ഏൽപ്പിച്ചിരിക്കുക. ഇപ്പോഴത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ആൾക്കാരെ അധികം ക്ഷണിച്ചിട്ടില്ല. എന്നാലും അവരെല്ലാം നോക്കിക്കോളൂ. വൺ മോർ ഇമ്പോർട്ടന്റ് തിങ്. നാളെ ഓരോ എക്സ്ക്യൂസസും പറഞ്ഞ് ആരും ഈ വീട് വിട്ട് ഒരിടത്തും പോകാൻ പാടില്ല. എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാവണം. ഉണ്ടായേ പറ്റൂ. അതൊക്കെ ഉണ്ടാവും. നീ ഇതൊരു1000 വട്ടം പറഞ്ഞു കഴിഞ്ഞതല്ലേ? അതെ അതെ, ഇപ്പൊ ഇതും കൂട്ടി 1001ാമത്തെ പ്രാവശ്യമായി. നോക്കൂ അനിയത്തിക്കുട്ടി, എനിക്ക് രാവിലെ അത്യാവശ്യമായിട്ട് ഓഫീസിൽ പോകേണ്ടി വരും.
ഇവിടുത്തെ കാര്യങ്ങളെല്ലാം രാവിലെ തന്നെ രാജാറാമും സാൻഡ്രയും ഒന്ന് അറേഞ്ച് ചെയ്തോളൂ. ദാറ്റ്സ് ഫോർ ഷുവർ. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അത് വേറൊന്നുമല്ല, നാളത്തെ നമ്മുടെ ഫംഗ്ഷനിൽ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്. വേണ്ടപ്പെട്ട ഒരാളോ? ആരാ രവി അത്? ഞാനറിയാതെ വേണ്ടപ്പെട്ട ഒരാള്? അത് സർപ്രൈസ്. ഇതൊന്ന് സാറിന് കൊടുക്കണം. വീട്ടിൽ വന്നാലും ഞാൻ സാറിനെ ഓർക്കുന്നെന്ന് ഇത് കാണുമ്പോൾ സാറിന് മനസ്സിലാവും. ഞാൻ ഓരോ പ്രാവശ്യവും കൊടുക്കുന്ന സമ്മാനങ്ങളും എത്ര ചെറുതാണെങ്കിലും സാർ എത്ര സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നത്. സാർ അതിന്റെ വില നോക്കില്ല. സാറിനറിയാം വലിയ വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊന്നും എന്നെ കൊണ്ട് വാങ്ങി നൽകാൻ കഴിയില്ല. ഞാൻ എന്ത് കൊടുത്താലും സാറിനത് സംതിങ് സ്പെഷ്യലാ. അപ്പോ എന്റെ ഈ കൈകൊണ്ട് തുന്നിയ ഈ മഫ്ലറും സംതിങ് സ്പെഷ്യൽ തന്നെ ആയിരിക്കും. പക്ഷെ ആ മുല്ലച്ചെടിയുടെ കാര്യം എന്തായോ എന്തോ സാർ അതിനെക്കുറിച്ച് ഇപ്പൊന്നും മിണ്ടാറേയില്ല. ഇനി അത് വെള്ളം കിട്ടാതെ വാടിക്കരിഞ്ഞു പോയോ പൂത്തോ ഒന്നും അറിയാൻ വയ്യല്ലോ. ഇനി അത് പൂത്താലും മനസ്സിലുള്ള കാര്യം തുറന്നു പറയാൻ മടിച്ച് അത് മനഃപൂർവ്വം പറയാത്തതാണോന്നും അറിയില്ല. ഏതായാലും ഇന്ന് ഈ മഫ്ലർ സമ്മാനമായി കൊടുത്തിട്ട് മുല്ലച്ചെടിയുടെ കാര്യം ഉറപ്പായി അന്വേഷിക്കണം. അറിയണല്ലോ ആൾക്ക് ഉത്തരവാദിത്വം ഉണ്ടോ ഇല്ലയോന്ന്. ഹലോ, എന്താ സാർ ഇത്? കുറെ നേരമായല്ലോ. ഞാനിപ്പോ ബസ് സ്റ്റോപ്പിൽ എത്തേണ്ട സമയം കഴിഞ്ഞു, അറിയാമോ? അല്ല സാർ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. സാർ എനിക്ക് തന്നെയാണോ ഫോൺ ചെയ്തത്, അതോ ബൈ മിസ്റ്റേക്ക് നമ്പർ മാറിപ്പോയതാണോ രാവിലെ? ബൈ മിസ്റ്റേക്ക് അല്ല ശ്രീലക്ഷ്മി, തന്നെ വിളിച്ചത്. അല്ല, താനെന്താ അങ്ങനെ ചോദിച്ചത്? എനിക്കിപ്പോഴും തന്നോട് ദേഷ്യമുണ്ടെന്നാണോ താൻ കരുതുന്നത്? അത് ഞാൻ സാറിനോട് നേരിട്ട് സംസാരിച്ചാലേ എന്റെ കൺഫ്യൂഷൻ മുഴുവൻ മാറും. അല്ല സാർ, സാറിന് ഓഫീസിൽ വരുന്നുണ്ടല്ലോ അല്ലേ? ഇന്ന് ശരിക്കും പറഞ്ഞ ഓഫീസിൽ വരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഇവിടെ. പക്ഷെ വന്നേ പറ്റൂ. കാരണം ഞാൻ കാത്തിരുന്നൊരു ദിവസമായിരുന്നു. ഞാൻ വാക്ക് പറഞ്ഞിരുന്ന ആ ദിവസം. സാറ് വാക്ക് പറഞ്ഞ് കാത്തിരുന്ന ദിവസം? യു മീൻ ഗവൺമെന്റ് സാറിന്റെ വെഡിങ് ആനിവേഴ്സറി ആണോ സാർ ഉദ്ദേശിച്ചത്? ഹേയ്, അതൊന്നുമല്ല. ദിസ് ഈസ് സംതിങ് എൽസ്. സർ, ഗവൺമെന്റ് സാറിനോട് എന്റെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അറിയിക്കണം. അതെ, താൻ തന്നെ നേരിട്ട് വന്ന് പറയേണ്ടി വരും. ഞാൻ രാത്രി ഫോൺ ചെയ്ത് പറഞ്ഞത് ഓർമ്മയുണ്ടോ? വൈകുന്നേരം താൻ ഉറപ്പായിട്ടും വീട്ടിൽ വരണം. ഇവിടെ എല്ലാവരും പ്രതീക്ഷിക്കുന്ന രവിചന്ദ്ര വർമ്മന്റെ ചീഫ് ഗസ്റ്റ് താനാ. നിനക്ക് പോകാം. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. 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 അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി. അല്ല,
തന്നെ പുതിയൊരു ജോലി സാന്ദ്രമ്മയുടെ ഏൽപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞു. അതെ, പക്ഷെ അത് ഞാൻ ചെയ്തു തുടങ്ങിയില്ല. ശരിക്കും പറഞ്ഞ അതിനെക്കുറിച്ച് എനിക്കൊരു ഐഡിയ കിട്ടിയില്ല ഇതുവരെ. എന്ത് ജോലിയോ ശ്രീലക്ഷ്മി? ഇത്തവണ ദുബായ് ഫെസ്റ്റിവലിൽ നമ്മുടെ കമ്പനി പങ്കെടുക്കുന്നുണ്ട്. അതിന്റെ പാർട്ടിസിപ്പേഷൻ പേപ്പേഴ്സും ബഡ്ജറ്റും ഒക്കെ തയ്യാറാക്കാൻ സാന്ദ്രമ്മയുടെ എന്നെയാ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ശ്രീലക്ഷ്മി ആള് ബ്രില്യന്റ് ആയതുകൊണ്ട് മറ്റേ ആരെക്കാളും വേഗത്തിൽ സ്വയം പഠിച്ച് ചെയ്യുമെന്നാ സാന്ദ്ര മേഡം പറയുന്നത്. ആ ഡിസിഷൻ എന്തായാലും നന്നായി. അല്ല, തനിക്കെന്താ പേടിയുണ്ടോ ചെയ്യാൻ? ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് ചെറിയൊരു ടെൻഷനുണ്ട്. ഒരു ടെൻഷനും വേണ്ടടോ. ഇതുപോലുള്ള പല ഫെസ്റ്റിവൽസും നമ്മുടെ കമ്പനി നേരത്തെയും പങ്കെടുത്തിട്ടുണ്ട്. അതിന്റെ എല്ലാം ഫയൽസ് റെക്കോർഡ്സ് റൂമിലുണ്ട്. അത് റെഫർ ചെയ്താൽ മതിയാവും. തനിക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് കിട്ടും. ഓ, അത് ശരി. നേരത്തെ നമ്മുടെ കമ്പനി ഇതുപോലെ ഫെസ്റ്റിവലിൽ പങ്കെടുത്തിട്ടുണ്ടല്ലേ? അതല്ലേ പറഞ്ഞത്. ഇൻഫാക്ട് 22 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ആദ്യത്തെ ബോസാ ഇതിന് തുടക്കം കുറിച്ചത്. അന്ന് മുതൽ എല്ലാ വർഷവും നമ്മൾ ഇത് ചെയ്യും. ആഹാ, നമ്മുടെ കമ്പനിയിൽ രവിവർമ്മൻ സാർ അല്ലാതെ വേറെ ബോസ് ഉണ്ടായിരുന്നോ? യെസ്, എനിക്കും അറിയില്ലായിരുന്നു. ഒരിക്കൽ രാമമൂർത്തി സാറാണ് പഴയ ചരിത്രമൊക്കെ പറഞ്ഞത്. ഗുഡ് മോർണിംഗ് സർ. ശ്രീലക്ഷ്മി, ഫയല് കിട്ടിയില്ലേ ഇതുവരെ? ശ്രീലക്ഷ്മി, ഈ കുട്ടികളുടെ ഒരു കാര്യം. ഒരു ജോലി ഏൽപ്പിച്ചാല് കൃത്യമായിട്ട് ചെയ്യാൻ ഇപ്പോഴും വലിയ ബുദ്ധിമുട്ടാണ്. ശ്രീലക്ഷ്മി, ഏയ് ശ്രീലക്ഷ്മി, 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 എന്താ എണീക്കേ ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി, ഡോക്ടർ ഇവിടെ? ഇൻഫോം ചെയ്തിട്ടുണ്ട്, ഇപ്പൊ വരും. അമ്മേ, ചായ. മാഡം? നോ താങ്ക്സ്. ഓക്കെ.
കയറുന്ന ആ മുറിയിൽ കണ്ണാടി വീണ് പൊട്ടിയെന്ന് തോന്നുന്നു. കം ലെറ്റ്സ് ഗോ. എന്താ വീണ് പൊട്ടിയെന്ന് നമുക്ക് നോക്കാം. നോ വേണ്ട. ശരിയാ, അങ്ങോട്ടൊന്നും പോവണ്ട. അതെന്തോ ആവട്ടെ, കഴിഞ്ഞില്ലേ? ഇന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എന്തിനാ ഇത്ര ടെൻഷൻ മദറിൻലോയ്ക്ക്? ഇത്രയും വലിയൊരു ശബ്ദം കേട്ടിട്ട് നോക്കാതിരുന്ന? ഏയ്, അവിടൊന്നും ഇല്ല രേഖ. രവി വരട്ടെ, രവി വന്നിട്ട് നോക്കിക്കോളും. നമ്മള് വെറുതെ എന്തിനാ ടെൻഷൻ ആവുന്നേ? അതെ അതെ, വൈകുന്നേരത്തെ ഫംഗ്ഷന് ആരെങ്കിലും കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടാവും. അതിലേതെങ്കിലും താഴെ വീണ് പൊട്ടിയ ശബ്ദമായിരിക്കും അത്. അല്ല സാന്ദ്ര മാഡം, അമ്മയോട് വൈകുന്നേരത്തെ അറേഞ്ച്മെന്റ്സിനെ കുറിച്ച് സംസാരിച്ചോ? I was just explaining. ശരി എന്നാ മാഡം വരൂ, നമുക്ക് കുറച്ച് പണി കൂടി ബാക്കിയുണ്ട്. കമാർ. അമ്മേ, ഞാനിപ്പോ വരാവേ. റൂമിന്റെ കാര്യം പറയുമ്പോഴൊക്കെ മദറിൻലോയുടെ മുഖം വല്ലാതാവുന്നുണ്ട്. നല്ല ടെൻഷനും. അതിനും വേണ്ടി ആ സീക്രട്ട് റൂമിൽ എന്താ ഇത്ര വലിയ സംഭവം എനിക്ക് മനസ്സിലാവാത്ത. ഇനി വൈകിക്കാൻ പാടില്ല. എങ്ങനെയെങ്കിലും ആ മുറിയുടെ രഹസ്യം അറിഞ്ഞേ പറ്റൂ. ഒരു അപ്സെറ്റും ഇല്ല. ഇവിടെ ഇപ്പൊ ഡിസൈനർ വന്നില്ലെങ്കിൽ എന്താ രേഖ? നിനക്ക് മൈലാഞ്ചി ഇട്ടാ പോരെ? അതോടെ മാറില്ലേ ഈ അപ്സെറ്റും ഡിസപ്പോയിന്റ്മെന്റും ഒക്കെ? ബട്ട് ഹൗ? ഇപ്പൊ എനിക്ക് ആര് മൈലാഞ്ചി ഇട്ട് തരും? ഈ നിൽക്കുന്ന സാന്ദ്ര മാഡം ആണോ ഈ സ്റ്റൈലുകാരി? നോ നോ നോ, എന്നെ ഇതിൽ കൂട്ടിക്കെട്ടരുത് പ്ലീസ്. അമ്മേ, ഞാൻ മൈലാഞ്ചി ഇട്ട അത്ര ഫിനിഷിംഗ് വരില്ല. സോറി, ഐ കാണ്ട്. കണ്ടില്ലേ? നോക്ക് മദറിൻലോ, ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? ഇപ്പൊ ഫംഗ്ഷൻ ക്യാൻസൽ ചെയ്യേ ഇനി വഴിയുള്ളൂ. ക്യാൻസൽ ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞില്ലേ. യമുനെ, നീ പോയ മൈലാഞ്ചിങ് എടുത്തോണ്ട് വരൂ. ശരി അമ്മേ. വാട്ട്? മദറിൻലോയാണ് എനിക്ക് മൈലാഞ്ചി ഇടുന്നത്? പ്ലീസ്, ഞാൻ തൊഴുത് നമസ്കരിക്കാം. മദറിൻലോ ഇടുന്നത് ഏതെങ്കിലും ഓൾഡ് ഡിസൈൻ ആയിരിക്കും. അത് പറ്റില്ല എനിക്ക്. നീ പറയുന്ന അതേ ഡിസൈനിൽ ഞാൻ ഇട്ട് തന്നാ പോരെ? അപ്പൊ പ്രശ്നം തീരുമല്ലോ. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് കുട്ടി എന്തോ കണ്ട് ഭയന്നിട്ടുണ്ടാകും എന്നാണ്. മനസ്സിന്റെ ടെൻഷൻസ് ലഘൂകരിക്കാൻ ഓട്ടോമാറ്റിക്കലി ബ്രെയിൻ തന്നെ പേഷ്യന്റിനെ ഉറക്കത്തിലാക്കിയതാകാനും ചാൻസ് ഉണ്ട്. ഞാൻ പറയുന്നത് ഒരു ശാസ്ത്രമല്ല കേട്ടോ. ഇറ്റ്സ് ജസ്റ്റ് ആൻ അസംഷൻ, ഐ ഷുഡ് സേ. ഏതായാലും പേഷ്യന്റിന് തലചുറ്റലുണ്ടായ സമയവും സ്ഥലവും സന്ദർഭവും, അപ്പോൾ സറൗണ്ടിങ്ങിൽ എന്തുണ്ടായിരുന്നോ, കൂടെ ആരുണ്ടായിരുന്നോ എന്നുള്ള ഡീറ്റെയിൽസും ഒക്കെ ഒന്ന് അന്വേഷിക്കണം. വീണ്ടും അതേ സ്ഥലത്ത് വെച്ച് ഇതേപോലത്തെ ബിഹേവിയർ ആവർത്തിക്കുമോ എന്നാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ദെൻ ക്യാരി ഓൺ. കുട്ടിക്ക് സ്ട്രെസ് ഉണ്ട് എന്നുള്ളത് തീർച്ചയാണ്. അത്യാവശ്യം റെസ്റ്റ് എടുക്കട്ടെ. നമുക്ക് കാണാം. ശരി, താങ്ക് യു.
സർ ശ്രീലക്ഷ്മി മേഡത്തിന്റെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരുന്നുണ്ട്. അയ്യോ എന്റെ മോളെ, എന്റെ മോളെ, എന്ത് പറ്റിയടി നിനക്ക്? നീ എന്താ ഇങ്ങനെ കിടക്കുന്നേ? മോളെ, മോളെ, ശ്രീലക്ഷ്മി, മോളെ, ശ്രീ, എടി ശ്രീ, കണ്ണു തുറക്കടി ശ്രീലക്ഷ്മി, മോളെ, മോളെ. സരോജം, അയ്യോ എന്റെ കുഞ്ഞു കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? രാവിലെ എന്ത് ഉത്സാഹത്തോടെ സരോജം, നീ എന്തേ കാണിക്കുന്നത്? ഈ കിടപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ലല്ലോ എന്റെ ദൈവങ്ങളെ. എടി മതിയാക്കാൻ. എടി കണ്ണു തുറക്കടി ശ്രീലക്ഷ്മി, മോളെ, മോളെ, ശ്രീ. സരോജം മതി. മോളെ, മോളെ. എടി നിന്നോടല്ലേ പറഞ്ഞു മതിയാക്കാൻ? രേഖ മേഡം, ഈ സാരി ഉടുത്തപ്പോ കാണാൻ നല്ല ഭംഗിയുണ്ട്. താങ്ക്സ് സുകന്യ. അല്ല, ഫോട്ടോസിന് പിന്നെ എടുത്താ പോരെ? നമുക്ക് ചടങ്ങ് തുടങ്ങിയാലോ? ചടങ്ങൊക്കെ ഉടൻ തുടങ്ങാം. പക്ഷേ ഈ വീട്ടിലെ ഗൃഹനാഥൻ എവിടെ? എവിടെ നിങ്ങളുടെ പ്രിയപ്പെട്ട ബോസ് മിസ്റ്റർ രവിചന്ദ്രവർമ്മൻ? ഗോപി, യു കണ്ടിന്യൂ. എനിക്ക് കുറച്ചുകൂടി ഫോട്ടോസ് വേണം, മമ്മിക്ക് അയച്ചു കൊടുക്കാനും. അവര് കോളേജ് മേറ്റ്സാ. ഷാർപ്പായിട്ട് എത്തിയല്ലോ പോരെ. സാർ എവിടെ? സാർ എവിടെ പോയി? സാർ
രവി സാർ വന്നിരുന്നോ? സത്യമാണോ അതോ എന്റെ തോന്നലാണോ? ഇല്ല പൂക്കൾ.